സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് വയനാട് സംഭവിച്ചിട്ടുള്ളത്. ഏത് ദുരന്തം സംഭവിച്ചാലും അതിൽ ഏറ്റവും അഫക്റ്റഡ് ആവുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. അപ്പോൾ ഈ ഒരു ദുരന്തം സംഭവിച്ച സമയത്ത് ആദ്യം തന്നെ നമ്മൾ ചിന്തിച്ചത് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. കുട്ടികളുടെ ചിന്തകൾ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ അവർ പ്രതീക്ഷയില്ലാത്ത ഒരു ഒരു തലമുറയായി മാറും എന്നുള്ള ഒരു തോന്നൽ ഞങ്ങൾക്ക് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മുതിർന്നവരിയ്ക്കുന്ന സ്ഥലത്ത് തന്നെ കുട്ടികൾ ഇരിക്കുമ്പോൾ അവരുടെ ആശങ്കകൾ, വേദനകൾ മാത്രം ഷെയർ ചെയ്യപ്പെടുന്നത് കേട്ട് ഇരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അത്രത്തോളം സംഘർഷങ്ങൾ അവരുടെ ഉള്ളിൽ പെരുകുമെന്നുള്ള തോന്നലിൽ നിന്നാണ് അവരെ മാറ്റിയിരുത്തി അവർക്കൊരു ചൈൽഡ് സ്പേസ് സെറ്റ് ചെയ്യുക എന്നൊരു ആശയം ഞങ്ങളുടെ മനസ്സിൽ ഉടലെടുത്തത്. അത് ഉടലെടുത്ത ഉടനെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി അത് ഷെയർ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ നമുക്കൊരു 13 ക്യാമ്പുകളിൽ നമുക്ക് കുട്ടിയിടം സെറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. കുട്ടികൾക്ക് പിന്നെ വിവിധ കളികളിൽ ഏർപ്പെടാനും അതുപോലെ തന്നെ അവിടെ കുട്ടികൾക്കായിട്ടുള്ള വിവിധ ആക്ടിവിറ്റീസ് നടത്തുന്നതിനും അതുപോലെ തന്നെ പെയിന്റിങ് മെറ്റീരിയൽസ്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള കളി ഉപകരണങ്ങളാണ് നമ്മൾ അവിടെ എത്തിച്ചത്. അതോടൊപ്പം തന്നെ നമ്മൾ അവിടേക്ക് വളണ്ടിയേഴ്സ്, നമുക്ക് ഓൾറെഡി നമ്മുടെ വകുപ്പിലെ തന്നെ സൈക്കോ സോഷ്യൽ കൗൺസിലേഴ്സ് ഉണ്ട്, അവരെ എൻഗേജ് ചെയ്യിക്കും. അതുകൂടാതെ നമ്മൾ കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സിന്റെ സഹായത്തോടു കൂടി ഓരോ ക്യാമ്പുകളിലേക്കും വോളണ്ടിയേഴ്സിനെ കൂടെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ കുട്ടികൾക്ക് ഓരോ ഗ്രൂപ്പ് സെഷൻസ്, അതുപോലെ ഇവർക്കുള്ള ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആവശ്യമുള്ള കുട്ടികളെ നമ്മൾ കണ്ടെത്തി ആർട്ട് തെറാപ്പി അതുപോലെ തെറാപ്പീസ് ഒക്കെ കൊടുത്തിട്ട് ഇതിൽ ഇഷ്യൂസ് ഉള്ള കുട്ടികളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ആ കുട്ടികളെ സ്പെഷ്യലായി കെയർ ചെയ്യും. ആ കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ സീക്കിംഗ് കൊടുത്ത് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് കാര്യങ്ങൾ കൊടുത്തു. അതുപോലെ സ്കൂളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൻ്റെ ഒരു പ്രശ്നം നന്നായിട്ട് കുട്ടികളുടെ ഇടയിലുണ്ടായി. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ ഒരു റെഗുലറായിട്ട് നമ്മുടെ സ്കൂൾ സിസ്റ്റം പോലെ തന്നെ ഒരു രാവിലെ 10 to 1 o'clock ഈ ഒരു ടൈം പീരീഡ് തന്നെ ഫോളോ ചെയ്ത് കുട്ടികളെ നമ്മൾ കുട്ടിയിടത്തിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുകയും ചെയ്തു. കുട്ടികളുടെ മാജിക് അങ്കിളിനെയൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ MIT മൂസ പോലുള്ള കഥാപാത്രത്തിലൂടെ വന്ന വിനോദ് കോവൂരിനെയും കുട്ടികൾക്കേറെ ഇഷ്ടമാണ്. അവരുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ കുട്ടികൾ വളരെയേറെ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ തുടർ പ്രവർത്തനമെന്ന കുറേ കാര്യങ്ങൾ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ കുട്ടികൾക്ക് മിങ്കിൾ ചെയ്യാനും ഈ പ്രോഗ്രാംസിലേക്ക് വരാൻ ഭയങ്കര മടിയായിരുന്നു. ഇവർക്ക് ഭയങ്കര ഒരു ഷൈനെസ്സും അതുപോലെ സംസാരിക്കാൻ നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും വരുമ്പോൾ സ്കൂളിൻ്റെ പേര് ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് നിരന്തരമായിട്ടുള്ള ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൂടെയും ഒരുപാട് തെറാപ്പീസും കാര്യങ്ങളിലൂടെയൊക്കെ കുട്ടികളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് മാറുന്നതായിട്ട് നമുക്ക് ശരിക്കും വിസിബിൾ ആയിരുന്നു. കുട്ടികൾ കുറച്ചുകൂടി എല്ലാവരും തന്നെ എല്ലാ പ്രോഗ്രാമിനും ഇപ്പം ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ തന്നെ മുന്നോട്ട് വന്ന് സംസാരിക്കാൻ തുടങ്ങി. അതുപോലെ ഉറക്കമില്ലായ്മയൊക്കെയുള്ള കുട്ടികൾ ആദ്യം ഒരുപാടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് ഇതുവഴി കണ്ടെത്താനും കുട്ടികൾ മുന്നോട്ട് വരാനും തുടങ്ങി. ഈ ഒരു പീരീഡിൽ നമുക്ക് ഈ ഒരു കുട്ടിയുടെ എന്നുള്ള കൺസെപ്റ്റിലൂടെ നമുക്കൊരു മാസ്സായിട്ടുള്ള ചേഞ്ചസ് തന്നെ നമുക്ക് കുട്ടികളിൽ കാണാൻ പറ്റിയിട്ടുണ്ട്.
ഡെയിലി റുട്ടീൻ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ് ഒരു 9:30 മുതൽ 5 മണി വരെയാണ് നമുക്ക് കുട്ടിയിടം പ്രവർത്തിക്കുന്നത്. അതിൽ ഒരു സ്റ്റാർട്ടിങ് 1 മണിക്കൂറോളം നമ്മൾ എക്സസൈസസ്, ബ്രെയിൻ ജിം അതുപോലത്തുള്ള ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുക. അവരൊന്ന് ആക്റ്റീവ് ആക്കിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ചെയ്യിപ്പിക്കുക. പിന്നീട് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. ഡ്രോയിങ്, പെയിന്റിങ്സ്, കൊളാഷ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നെ നമ്മൾ മ്യൂസിക്സ്, ഡാൻസ് അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നെ നോർമൽ ഗെയിംസ്, അവരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നോർമൽ ഗെയിംസ് ആണ് വരുന്നത്. പാരൻസിന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങിയതുകൊണ്ട് ഒരുപാട് എന്താ പറയുക, അവർ കുറേ ഓക്കെ ആയി. അവർക്ക് കുട്ടികളെ ഈ ഒരു സിറ്റുവേഷനിൽ കുട്ടികളെയും കൂടി മാനേജ് ചെയ്യാന്ന് പറയുമ്പം അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഈ ഒരു കുട്ടിയുടെ വന്നതോടുകൂടി അവർക്കത് ഒരു സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നത് പോലുള്ളൊരു ഇത് തന്നെയാണ് അവരുടെ വരുന്നത്. മക്കൾ വളരെ ടെൻഷനായിരുന്നു. കാരണം എന്താ വെച്ചാൽ കൂടെയുള്ള ഫ്രണ്ട്സ് ഒരുപാട് പേര് മരണത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും വേറെ വേറെ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി നല്ലൊരു രീതിയിൽ ഇവിടെ വന്ന് ക്യാമ്പ് കഴിയുന്നതോടുകൂടി നല്ല രീതിയിലാണ് മക്കൾ ഇപ്പം നല്ലപോലെ നിൽക്കുന്നത്. ഇനി അവരായിട്ടുള്ള അവരുടെ പഠനങ്ങളും ഫ്രണ്ട്സും ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അവർ നല്ല രീതിയിൽ എത്തും.